really just forget that melody? നമസ്കാരം. ഫോഴ്സ് കൂർക്ക എങ്ങനെ ഫോഴ്സ് കൂർക്കയിൽ എത്തിപ്പെട്ടു? താറായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഓർ ഷോർട്ട് ലിസ്റ്റഡ് വെഹിക്കിൾ. ആ സമയത്ത് CRD ആയിരുന്നു. 2019 ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. പക്ഷേ ഇഷ്യൂ ഞങ്ങൾക്ക് ഈ ഫോർ വീൽ ലൈക്ക് ലിറ്റിൽ സേഫ്റ്റി ഇഷ്യൂ, അത് സോഫ്റ്റ് ടോപ്പ് അല്ലേ, ആ സമയത്തായിരുന്നു ഇവരുടെ ഒരു 2020 താർ ഇറങ്ങുന്നെന്ന് പറഞ്ഞ ന്യൂസ് വരുന്നത്. സോ വി വെയിറ്റഡ് ഫോർ 2 years, like 1.5 years actually. Then as soon as it's got launched, ഞങ്ങളത് പോയി ബുക്ക് ചെയ്തു. ആ സമയത്ത് 14 lakhs ആയിരുന്നു ബുക്കിംഗ്. 25,000 ആയിരുന്നു, 20,000 25,000 ആയിരുന്നു. റെഡ് കളർ ഹാർഡ് ടോപ്പ് ഡീസൽ അതായിരുന്നു. പക്ഷെ ആ സമയത്ത് വെയിറ്റിംഗ് പീരീഡ് ഒരു 6 months ആയിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻ, കൊറോണ വന്നു, കോവിഡ് ആ സമയത്ത് വന്നു, ലോക്ക്ഡൗൺ ആണ്. ആ സമയത്ത് വണ്ടി എടുക്കാൻ പറ്റില്ല, വണ്ടി എടുത്താലും ഉപയോഗിക്കാനും പറ്റില്ല, വണ്ടി കിട്ടാനും ഇല്ല. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഗ്യാപ്പ് വന്നു. ആ സമയത്ത് ആനന്ദ് കാർസ്, പ്രേമചന്ദ്രൻ അവിടെയുള്ള ഒരാൾ വിളിച്ചു, ഞങ്ങളുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വണ്ടി ക്യാൻസലാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം. ഓക്കെ. സോ ആ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ലോക്ക്ഡൗൺ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ്. അപ്പോൾ വണ്ടി എടുത്ത് കൂടെ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ വി തോട്ട്, ഞാൻ പറഞ്ഞു ഞങ്ങൾ ടേൺ വരുമ്പോൾ ഞങ്ങളിത് എടുത്തോളാം, ആ സമയത്ത് ഞങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞു. സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞു, ആരും വിളിച്ചില്ല. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞങ്ങളൊരു 3 months കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിക്കപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്, അതായിരുന്നു നിങ്ങളുടെ ടേൺ അത്ര. അവർക്ക് ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വേറെ ഉള്ള ക്യാൻസലേഷൻ അഗെയിൻസ്റ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ന്യൂ റേറ്റ്സ് ആയിരിക്കും. ആ സമയത്ത് 1.5 lakhs ടാറിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ലോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവറിത്തിങ് ടേൺ അറൗണ്ട്. ഓക്കെ. സോ അത് കമ്മിറ്റ്മെൻറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയ കാരണം കൊണ്ട് ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സോ വി ബിൻ ഫൈറ്റിംഗ് വിത്ത് ദം, ആനന്ദ് കാർസ്. അവിടെ ഒരു ഹെഡ് ഉണ്ട്, ദാക്ഷായണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവരെ ഡെയിലി വിളിക്കും, കാര്യമൊന്നുമില്ല. ഒരു ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ ഒരുമാതിരി ഔട്ട് ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഡിലേ ആയി. ആ സമയത്താണ് അഗെയിൻ 5 door ഇറങ്ങുന്നു. കാരണം 3 door താർ എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസാണ്, സ്പേസ് ഇല്ല, ഇഷ്യൂസാണ്. 2 പേർക്കായത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് പോയതാണ്. ആ സമയത്ത് ഇത്രയും ഡിലേ ആയ കാരണം കൊണ്ട് ആ സമയത്ത് ഈ റൂമേഴ്സ് വന്നു. സോ താർ 5 door ഇറങ്ങുന്നു. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്തപ്പോൾ അവർ 25% അതിൻ്റെ ക്യാൻസലേഷൻ ഫീ കട്ട് ചെയ്തിട്ടാണ് മഹീന്ദ്ര തന്നത്. അത് ഞാൻ അവരുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതല്ല. സ്റ്റിൽ അവരുടെ കയ്യിൽ നിന്നൊരു ഒരു ഫേവർ ഉണ്ടായിരുന്നില്ല. 25 ഞങ്ങൾക്ക് കിട്ടിയത് 17 or 19 അത്രയായിരുന്നു. അത്രയും അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയി. 5 door ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇറങ്ങിയത്, August 15th. ഓൾമോസ്റ്റ് 2 years ആയി. ലുക്സ് പ്രീമിയം, കുറച്ചും കൂടി അവർ സെഗ്മെൻ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഗൂർക്ക ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ കാരണം, ആ സമയത്ത് ഈ ഗ്യാപ്പ് വന്നല്ലോ, ഇതെടുത്തിട്ടിപ്പോൾ ഞങ്ങളൊരു 55 days ആയിട്ടുള്ളൂ. എടുക്കാൻ കാരണം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്, വണ്ടി വലിപ്പമുണ്ട്, ഞങ്ങളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യാം. അതിൻ്റെ ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് വന്നത് ഒരു ഇൻസ്റ്റാഗ്രാം ലൈക്ക് ഇൻഫ്ലുവൻസർ ഓർ ദ ട്രാവലർ ഇസ് ദെയർ. അയാളുടെ പേര് ലൈഫ് ഓൺ റോഡ്സ് എന്ന് പറഞ്ഞൊരു ഹസ്ബൻഡും
വൈഫും ട്രാവൽ ചെയ്യുന്നു, ഓവർലാൻഡ് ചെയ്യുന്നു. വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അവരുടെ വണ്ടി ഗൂർക്കയാണ്, ആ ഗൂർക്കയിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്, ഇന്ത്യ മുഴുവൻ കറങ്ങി ഓവർലാൻഡ് ചെയ്യുന്നു. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ്. സോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു വൈ ഗൂർക്ക. അപ്പോൾ അവരൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് അയച്ചു തന്നു. സോ അത് കുറച്ച് കൺവിൻസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഫാക്ട്സ്. ഫൈനലി നമുക്കൊരു ഐഡിയ കിട്ടാൻ, ഗൂർക്ക എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മെക്കാനിക് ആയിക്കോളും, പണിയൊക്കെ നമ്മൾ തന്നെ പഠിക്കും. ആ ഒരു ഹിൻഡ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയൊരു വണ്ടിയല്ലേ, ഈ പുതിയ വണ്ടിയിൽ എൻജിനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മെഴ്സിഡസ് ബെൻസിൻ്റെ എൻജിനാണ്. 5 lakhs കിലോമീറ്ററൊക്കെ ഓടി ഒരു കുഴപ്പമില്ലാത്തൊരു ചരിത്രമൊക്കെയുള്ള എൻജിനാണ്. പക്ഷെ അത് ഈ വെർഷനിൽ അത് റീഫൈൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗിയറൊന്നും മര്യാദയ്ക്ക് വീഴുന്നില്ല. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറൊക്കെ അതൊന്ന് കയറിയിരുന്ന് ഗിയർ ലിവറൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഴുള്ളൂ. ആ ഒരു ഫീലാണ് ഇടയ്ക്ക് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴല്ല, ചിലപ്പോൾ. ആ ചിലപ്പോൾ എന്ന് പറയുന്ന സമയം വല്ലാത്ത ക്രൂഷ്യലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ നിന്ന് ക്രൂഷ്യലായിട്ട് വണ്ടി ഒന്ന് പിക്ക് ചെയ്ത് പോകേണ്ട സമയത്തായിരിക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുക. നാല് പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ക്ലച്ച് ചവിട്ടി ആ ഒരു എടുത്തോണ്ട് പോവുക. ഒരു ഡ്രൈവർ എന്നുള്ളൊരു നിലയ്ക്ക് നമുക്കൊരു എപ്പോഴും ഒരു പേടി, അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വണ്ടി സ്റ്റക്കാവും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. വണ്ടിയോടുള്ള നമുക്ക് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, എവിടെ പോയാലും അത് നമ്മൾ വഴിയിലാക്കില്ല, അങ്ങനെയല്ല ഒരു ഫീൽ വരണ്ടേ. ഇതതില്ല, പണി കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ് എപ്പോഴും ഉള്ളത്. അത് ഇപ്പോൾ ഫോഴ്സിൻ്റെ അടുത്തിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. അവർ ഈ 30 ഡേയ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 4 പ്രാവശ്യം വർക്ക്ഷോപ്പിൽ പോയി, ഒരു കാര്യമില്ല. 4ാമത്തെ പ്രാവശ്യം അവർ 4 ദിവസം അവർ വർക്ക്ഷോപ്പിൽ വണ്ടി ഇട്ടിട്ട് ഗിയർ ബോക്സ് കഴിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പുതിയ വണ്ടിയിൽ ഗിയർ ബോക്സ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഫൈനിങ്ങിൻ്റെ ഒരു അർത്ഥം എന്താണ്? ഓക്കെ, ഒരു നാണക്കേടല്ല അതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി വരിക എന്നുള്ളത് ഒരു വണ്ടിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് ഇറങ്ങിയ വണ്ടികൾക്കൊക്കെ ഈ 3 ഡോർ ആയാലും 5 ഡോർ ആയാലും എൻജിൻ ഒന്നാണ്, അതിനൊക്കെ ഈ പ്രശ്നമുണ്ട്. അത്രയും ഞാനറിഞ്ഞ ആളുകൾക്കൊക്കെ. ഈ പ്രശ്നം വന്ന് ഞങ്ങൾ കണക്ട് ചെയ്തപ്പോൾ ഫോം വഴി കണക്ട് ചെയ്ത അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണുന്ന ആളുകൾ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എത്ര പേര് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു അറിയില്ല. ചിലർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഫോഴ്സിൻ്റെ എൻജിൻ ഇങ്ങനെ തന്നെയാണ്, നല്ല ഹാർഡൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഗിയർ വീഴുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ്? ഹാർഡ് അല്ലെങ്കിൽ സ്റ്റക്ക് രണ്ടും രണ്ടാണ്. അവരിപ്പോൾ ഒരു സെപ്റ്റംബർ 3 ഈ പ്രോബ്ലംസൊക്കെ റിസോൾവ് ചെയ്ത് തരുന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യൻ ഹെഡിൻ്റെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു, അറിയില്ല. ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത്രയും മോശമായിട്ടുള്ള കസ്റ്റമർ സർവീസാണ്. ഇതുവരെ നമുക്കൊരു കോളൊന്നും കിട്ടിയിട്ടില്ല കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പോൾ ഗൂർക്ക ഒരു നല്ല വണ്ടിയാണ്, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഇതുപോലെയാണ്, ഇൻ റോങ് ഹാൻഡ്സ്, അങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ വണ്ടിക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്തതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഒന്ന് റീഫൈൻ ആയതിൻ്റെ ശേഷം എടുക്കുക. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. ശ്രദ്ധിക്കുക, പൈസ പോകുന്നതല്ല, ഇത്രയും എനർജി പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അതിൻ്റെ പിന്നാലെ ഓടുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മാനേജ്മെൻ്റ് അല്ല ഫോഴ്സ്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇറ്റ്സ് യുവർ ഓൺ, ലൈക്ക് നിങ്ങളുടെ പാട്ടിന് പോയിക്കോളൂ, അങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക.
എടുക്കരുതെന്ന് പറയില്ല, പക്ഷേ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.